ശ്രീറാം മദ്യം മെല്ലെ സിപ്പ് ചെയ്തു. നെഞ്ചിലേക്ക് പടർന്നിറങ്ങിയ മദ്യത്തിൻ്റെ വീര്യം ഒരു ലഹരി പോലെ സിരകളിലേക്ക് കത്തിക്കേറി. അവൻ തൻ്റെ ആഡംബര സീറ്റിലേക്ക് ചാരിയിരുന്നു. കണ്ണുകൾ അടച്ചു. കേരളത്തിലെ ആ വലിയ ബിസിനസ് ഭീമൻ രവി ചന്ദ്രശേഖരും അയാളുടെ എല്ലാ കുളിർദയമക്കും കൂട്ടുനിൽക്കുന്ന സുഹൃത്തായ ജോൺ സാമുവലും മൈഥിലിയെ രക്ഷിക്കാൻ വേണ്ടി അവനായി വല വിരിക്കുമ്പോൾ അവർക്കറിയില്ല തങ്ങൾ നേരിടാൻ പോകുന്ന വെറുമൊരു നീലിനെയല്ല, മറിച്ച് തങ്ങളുടെ സർവനാശത്തിനായി എത്തുന്ന ഒരു മഹാരാവണനെയാണെന്ന് അവൻ ആത്മഗതമെന്നോണം പറഞ്ഞു. ചന്ദ്രശേഖർ, നിന്റെ സാമ്രാജ്യം കത്തുന്നത് കാണാൻ ഞാൻ വരുന്നുണ്ട്. നീ പണിതുയർത്തിയ ആ ഇന്ദ്രപ്രസദം ഇനി എൻ്റെ ലങ്കയാകും. ഈ ശ്രീരാമിൻ്റെ ലങ്ക. ഉറക്കെ ചിരിച്ചവൻ ശേഷം തൻ്റെ പ്രൈവറ്റ് ജെറ്റ് വിളിപ്പിച്ചു. ഉടൻ തന്നെ കേരളത്തിലേക്ക് പുറപ്പെടാനുള്ള ഒരുക്കങ്ങൾ അവൻ തുടങ്ങിക്കഴിഞ്ഞിരുന്നു. വിമാനം റൺവേയിലൂടെ കുതിച്ചുയരുമ്പോൾ അവൻ്റെ കണ്ണുകളിൽ പ്രതികാരത്തിൻ്റെ തിളക്കമുണ്ടായിരുന്നു. കേരളത്തിൻ്റെ ആകാശത്തേക്കും ആ രാവണൻ തൻ്റെ യാത്ര തുടങ്ങിക്കഴിഞ്ഞു. മൈഥിലി ഉറക്കത്തിൽ നിന്നും ചാടി എഴുന്നേറ്റു. ആരോ ചിരിക്കുന്നത് പോലെ തോന്നിയില്ലേ? അവൾ പകപ്പോടെ ചുറ്റിനും നോക്കി. ഇരുന്നിടത്ത് നിന്നും മെല്ലെ എഴുന്നേറ്റു. ജനാല തുറന്നു. പിന്നെ എല്ലാവരും ഉറക്കമാണെന്ന് അവൾക്ക് തോന്നി. ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ കഴിഞ്ഞുവെങ്കിൽ ആകാശത്ത് മങ്ങിയ വെളിച്ചം കാണുന്നുണ്ട്. ഒരുപക്ഷെ രാവിലെ ആകറായി എന്ന് തോന്നുന്നു. അവളെ ജനാല ഒന്ന് പരിശോധിച്ചു. 2-3 കമ്പികൾ പഴകി ദ്രവിച്ചു നിൽക്കുന്നതാണ്. ഒന്ന് ശ്രമിച്ചു നോക്കുന്നതിൽ കുഴപ്പമൊന്നും ഇല്ലെന്ന് കരുതിയവൾ ഭാഗ്യം പോലെ തന്നെ ക്രാക്ക് എന്ന ശബ്ദത്തോടെ ആ കമ്പികൾ ഒടിഞ്ഞു വീണു. ആരെങ്കിലും ശബ്ദം കേട്ടൊന്ന് പേടിച്ചവൾ ശ്വാസമടക്കി നിന്നു. കുറച്ച് സമയം കഴിഞ്ഞിട്ടും പ്രതികരണമൊന്നും ഉണ്ടാക്കാതിനാൽ അവൾ വീണ്ടും ധൈര്യം സംഭരിച്ചുകൊണ്ട് തൻ്റെ പ്രവൃത്തികൾ പുനരാരംഭിച്ചു. അവൾക്കിറങ്ങാൻ പാകത്തിന് 2 കമ്പികൾ അടർത്തി മാറ്റി. അവൾ തൻ്റെ സാരി ഉരിഞ്ഞു. ഒരറ്റം ജനലിൽ ബലമുള്ള കമ്പിയിൽ കെട്ടി. എന്നിട്ട് ജനാലപ്പടിയിൽ പിടിച്ചു പതുക്കെ പുറത്തേക്ക് നൂണ്ടിറങ്ങി. കാലെടുത്ത് പാറപ്പറ്റിൽ വെച്ചു. താഴേക്കുള്ള അകലം ഭീതിപ്പെടുത്തുന്ന രീതിയിൽ നിൽക്കുന്നുണ്ടായിരുന്നു. എങ്കിലും പിന്മാറാൻ തയ്യാറാകാത്തതുപോലെ അവൾ 2 കൈകൊണ്ട് സാരിയിൽ ബലമായി പിടിച്ചു. താഴേക്കിറങ്ങി. നൂണ്ടു താഴേക്കൊടുവിൽ സാരിയുടെ അവസാനം എത്തിയപ്പോഴും താൻ താഴെ എത്തിയില്ല എന്നവൾ മനസ്സിലാക്കി. ഭയത്തോടെ താഴേക്ക് തന്നെ നോക്കി. ഇനി രക്ഷയില്ല. തിരിച്ചു മുകളിലേക്ക് കയറാൻ സാധിക്കാത്ത വിധം തളർന്നിരുന്നവൾ ആ രാവണൻ്റെ കയ്യിൽ പെടുന്നതിലും ഭേദം മരണം തന്നെയാണ്. കണ്ണുകൾ ഇറക്കിയടിച്ചൊരു നിമിഷം അപ്പയും അമ്മയും രുദ്രനെയും നവനീതിനെയും അവളുടെ ഓർമ്മയിൽ തെളിഞ്ഞു. മിഴികളിൽ നിന്നും കണ്ണുനീർ കുതിച്ചു ചാടി. കൈകൾ വിട്ടുകൊണ്ട് അവൾ നിലത്തേക്ക് പതിച്ചു. പക്ഷെ താഴേക്ക് അധികം അകലമില്ലായിരുന്നു. ഇരുട്ടായതിനാൽ കാണാൻ സാധിച്ചില്ല എന്ന് മാത്രം. ദേഹം മുടിഞ്ഞു. നുറുങ്ങുന്ന വേദന തോന്നി. പക്ഷേ താൻ മരിച്ചിട്ടില്ല. അവൾ മിഴികൾ വലിച്ചു തുറന്നു. ഇനി എത്രയും വേഗം പുറത്തേക്ക് ഇറങ്ങണം. അവൾ നിലത്തിന്നു ഒരു വിധത്തിൽ ചാടി എഴുന്നേറ്റു. തപ്പിത്തടഞ്ഞുകൊണ്ട് പുറത്തേക്കുള്ള ഗേറ്റ് അവൾ കണ്ടുപിടിച്ചു. പക്ഷേ അവിടെ ഒരു കാവൽക്കാരനുണ്ട്. അയാളുടെ കണ്ണ് വെട്ടിച്ച് അവൾക്ക് പുറത്തേക്ക് കടക്കാനാവൂ. മൈഥിലി ക്ഷമയോടെ കാത്തു നിന്നു. നിമിഷങ്ങൾ എഴിഞ്ഞു നീങ്ങി. അയാൾക്ക് ആ സമയം ഒരു മൂത്രശങ്ക. ഉടൻ തന്നെ അയാൾ എഴുന്നേറ്റ് പിന്നിലേക്ക് നടന്നു. ആ സമയം മാത്രം മതിയായിരുന്നു അവൾക്ക് പുറത്തേക്ക് ചെന്നെത്താൻ. ഉടൻ തന്നെ അവൾ അവിടേക്ക് കുതിച്ചു. ഗേറ്റ് കടന്ന് വെളിയിൽ ഇറങ്ങിയപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. കൊടുങ്കാടിന് നടുവിലാണ് അവൾ നിൽക്കുന്നതെന്ന സത്യം. എങ്കിലും അവൾ പിന്മാറാൻ തയ്യാറായിരുന്നില്ല. കുറച്ച് മാറിക്കണ്ട കൂറ്റം മരത്തിൻ്റെ പിന്നിലേക്ക് അവൾ ഒളിച്ചിരുന്നു. അവൾക്കറിയാമായിരുന്നു താൻ ആ റൂമിനുള്ളിലില്ല എന്ന സത്യം അവർ മനസ്സിലാക്കുമെന്ന്. കരുതിയതുപോലെ തന്നെ സംഭവിച്ചു. ആളുകൾ അവൾക്ക് വേണ്ടി പരക്കം പാഞ്ഞു. അവൾ അവിടെ ഇല്ല എന്ന കാര്യം അവൻ അറിഞ്ഞാൽ ഉണ്ടാകുന്ന അവസ്ഥയെക്കുറിച്ച് അവർക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ലായിരുന്നു. തങ്ങളെ ഈ അവസ്ഥയിലാക്കിയതിന് അവർക്ക് മൈഥിലിയോട് കടുത്ത വിരോധം തോന്നി. ഗേറ്റിന് പുറത്തേക്കും ഒന്നൊന്നായി വാഹനങ്ങൾ ചീറിപ്പാഞ്ഞു. മൈഥിലി ശ്വാസം അടക്കി പിടിച്ചു നിന്നു. മുഴുവൻ വണ്ടിയും പോയി കഴിഞ്ഞതും അവൾ ആ കൊടുങ്കാടിലേക്ക് പ്രവേശിച്ചു. തന്നോളം ഉയരത്തിൽ നിൽക്കുന്ന പുല്ലുകൾ വകഞ്ഞു മാറ്റി മൈഥിലി പിന്നിലേക്ക് നോക്കാതെ ഓടി. കാലിൽ മുള്ളുകൾ തറയ്ക്കുന്നുണ്ടായിരുന്നു. വസ്ത്രങ്ങൾ മരച്ചിലകളിൽ ഉടഞ്ഞു കീറി. പക്ഷേ ആരൊക്കെയോ തൻ്റെ പിന്നാലെ വരുന്നുണ്ടെന്ന് അവൾ മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു. അതിനാൽ തളർന്നിട്ടും അവൾ മുന്നോട്ട് പായുക തന്നെ ചെയ്തു. അവളുടെ ചുറ്റും നേർത്ത് മൂടൽ മഞ്ഞു പുതപ്പ് പോലെ പടർന്നു കിടന്നു. തണുത്തുറഞ്ഞ കാറ്റ് അവളുടെ വസ്ത്രങ്ങൾക്കുള്ളിലൂടെ തുളച്ചു കയറി. മൈഥിലി നന്നേ വിറച്ചു. മലനിരകൾക്ക് പിന്നിൽ നിന്നും സൂര്യ ഉദിച്ചു വരുന്നത് അവൾ കണ്ടു. സ്വർണ്ണ നിറത്തിലുള്ള കിരണങ്ങൾ മരച്ചിലുകൾക്കിടയിലൂടെ താഴേക്ക് പതിക്കുമ്പോൾ
കാടിന്റെ ഭീകരതയ്ക്ക് ഒരു വശ്യമായ ഭംഗിക്കായി വന്നു. വേഗം നടക്കടാ. പിന്നിൽ നിന്ന് കേട്ട ദിനേശിന്റെ ശബ്ദം കാറ്റിനൊപ്പം അവളുടെ കാതിലേക്ക് ഒഴുകിയെത്തി. കൂടെ അവന്റെ സഹചാരിയായ ബ്രിട്ടോ എന്ന നായയുടെ മുരൾച്ചയും. ഓടി ഓടി അവൾ ഒരു വലിയ അരുവിയുടെ അരികിലെത്തി. മഞ്ഞുകാലത്തെ അരുവിയിലും വെള്ളത്തിന് ഐസിനേക്കാൾ തണുപ്പായിരുന്നു. അവളൊന്നും മടിച്ചു നിന്നുവെങ്കിലും പിന്നിൽ നിന്ന് നായയുടെ കുര കേട്ടപ്പോൾ രണ്ടും കൽപ്പിച്ച വെള്ളത്തിലേക്ക് ഇറങ്ങി. വെള്ളത്തിലൂടെ നടന്നാൽ മണം പിടിച്ച നായകൾ വരില്ലെന്ന് പപ്പ പണ്ട് പറഞ്ഞു കൊടുത്തതും അവളുടെ ഓർമ്മയിൽ തെളിഞ്ഞു. ഉദിച്ചു വരുന്ന സൂര്യനെ സാക്ഷിയാക്കി ആ തണുത്ത വെള്ളത്തിലൂടെ മൈഥിലി മറുകരയിലേക്ക് നീന്തിയകന്നു. മൈഥിലി അരുവിയുടെ നടുവിലൂടെ കിതച്ചുകൊണ്ട് നടക്കുകയാണ്. ആ തണുത്ത വെള്ളം അവളുടെ കാൽമുട്ടുകൾ വരെ എത്തി നിൽക്കുന്നു. സൂര്യപ്രകാശം വെള്ളത്തിൽ തട്ടി പ്രതിഫലിക്കുന്നത് കൊണ്ട് അവൾക്ക് മുന്നോട്ട് നോക്കാൻ പ്രയാസമായി. ഇരു കൈയിലും അല്പം വെള്ളം കോരിയെടുത്ത് അവൾ ആർത്തിയോടെ കുടിച്ചു. കുറച്ച് മാറി ഒരു പാറക്കൂട്ടം നിൽപ്പുണ്ട്. അതിനടുത്തേക്ക് അവൾ ഒരു വിധത്തിലെത്തി. പെട്ടെന്ന് കാടിൻ്റെ മറുഭാഗത്ത് നിന്ന് വലിയൊരു ശബ്ദം കേട്ടു. ഒരു കാട്ടുപോത്തിൻ്റെ മുരൾച്ച. മൈഥിലി ഒന്ന് പേടിച്ചു. അരുവിയുടെ മറുകരയിൽ ഒരു ഭീകരനായ കാട്ടുപോത്ത് വെള്ളം കുടിക്കാനായി നിൽക്കുന്നത് അവൾ കണ്ടു. ഒരു വശത്ത് തന്നെ വേട്ടയാടുന്ന മനുഷ്യൻ, മറുവശത്ത് കാടിന്റെ വന്യത. മൈഥിലി ഒരു നിമിഷം ശ്വാസമടക്കി നിന്നു. ഇനി എന്തും സംഭവിക്കാം. അവൾ പതിക്കൊരു വലിയ പാറയുടെ മറവിൽ ഒളിച്ചു. കാട്ടുപോത്ത് തൻ്റെ തലയോർത്തി ചുറ്റും നോക്കി. അപ്പോഴാണ് അരുവിയുടെ മുകളിലൂടെ കരയിൽ ധനേഷും മറ്റു 2 പേരും ബ്രിട്ടയും പ്രത്യക്ഷപ്പെട്ടത്. മൈഥിലി തന്നെ കാണാൻ സാധിക്കാത്ത വിധം പാറകൾക്കിടയിലൂടെ ഒതുങ്ങി നിന്നു. അവൾ ഈ അരുവിയിലേക്ക് ഇറങ്ങിയതും ധനേഷ് ആവേശത്തോടെ വിളിച്ചു പറഞ്ഞു. കണ്ടില്ലെങ്കിലും അവിടേക്കാണ് അവൾ പോയതെന്ന് അവന് തോന്നി. ധനേഷും സംഘവും അരുവിയിലേക്ക് ഇറങ്ങി. പാറക്കൂട്ടത്തിനടുത്തെത്തിയതും മറുകരയിൽ നിന്ന് കാട്ടുപോത്ത് പെട്ടെന്ന് അക്രമസക്തനായി കാടിന്റെ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് അത് ധനേഷിനെയും കൂട്ടാളികൾക്കു നേരെ പാഞ്ഞു കയറി. ആ ചെറിയ സംഘം ചിതറിയോടി. ബ്രിട്ടോ ആദ്യം തന്നെ വാലും ചുരുട്ടി ഓടിയിരുന്നു. ആ ബഹളത്തിനിടയിൽ മൈഥിലിക്ക് രക്ഷപ്പെടാൻ വീണ്ടും ഒരു അവസരം കിട്ടി. അവൾ അരുവിയുടെ ഒഴുക്കിനൊപ്പം താഴേക്ക് നീന്തി തുടങ്ങി. വെള്ളത്തിൻ്റെ തണുപ്പും ക്ഷീണവും കാരണം അവളുടെ ബോധം മറയുന്നത് പോലെ തോന്നിയെങ്കിലും രക്ഷപ്പെടണമെന്ന ആഗ്രഹം അവൾക്ക് കരുത്ത് നൽകി. അല്പദൂരം മുന്നോട്ട് പോയപ്പോൾ അരുവി ഒരു ചെറിയ വെള്ളച്ചാട്ടവുമായി മാറുന്നത് അവൾ കണ്ടു. അതിൻ്റെ അപ്പുറത്തൊരു മൺപാതയുണ്ട്. ആ മൺപാതയ്ക്കപ്പുറം കാട് തന്നെയാണ്. അവൾ അതിലൂടെ നടക്കാതെ കുറ്റിക്കാടുകൾക്കിടയിലൂടെ നുഴഞ്ഞു കയറി. സൂര്യൻ ഇപ്പോൾ മരത്തലപ്പുകൾക്ക് മുകളിൽ പൂർണ്ണമായി ഉദിച്ചുയർന്നിരിക്കുന്നു. നടത്തം വീണ്ടും മുന്നിലേക്ക് തന്നെ. അവൾ പതുക്കെ ഒരു ചതുപ്പ് പ്രദേശം പിന്നിട്ട് വലിയ ഇട്ടിമരങ്ങൾ നിറഞ്ഞ ഭാഗത്തെത്തി. അവിടെ വായുവിൽ ഈർപ്പത്തിന്റെ കടുപ്പമേറിയ മണമായിരുന്നു. കാലിലെ മുറിവിൽ നിന്ന് ഒഴുകുന്ന രക്തം ഈറം മണ്ണിൽ പതിയുന്നുണ്ട്. പെട്ടെന്ന് അവളുടെ കാൽകൾ എന്തോ ഒന്ന് ഇളകുന്ന പോലെ തോന്നി. ഭയത്തോടെ നോക്കിയപ്പോൾ അതൊരു രാജവെമ്പാലയായിരുന്നു. കരികൾക്കിടയിലൂടെ അത് പതുക്കെ തലയുയർത്തി അവളെ നോക്കി. മൈഥിലി ശില പോലെ നിന്നു. ശ്വാസം പോലും വിടാൻ അവൾ ഭയപ്പെട്ടു. ഒരു നിമിഷം ആ വന്യജീവിയുടെ കണ്ണുകൾ മൈഥിലിയുടെ കണ്ണുകൾ തറച്ചു നിന്നു. പക്ഷെ മനുഷ്യരിക്കാൾ കരുണ ആ കാട്ടുജീവി കാണിച്ചു. അത് പതുക്കെ മരക്കൂട്ടങ്ങൾക്കിടയിലേക്ക് ഇഴഞ്ഞു മറഞ്ഞു. മരണത്തെ ഇത്രയും അടുത്ത് കണ്ട നിമിഷം. പക്ഷേ ആ പാമ്പ് അവളെ ഒന്നും ചെയ്തില്ല എന്നത് അവളുടെ ഉള്ളിൽ പുതിയൊരു ധൈര്യം നിറച്ചു. പ്രകൃതി പോലും തനിക്ക് വഴിയൊരുക്കുന്നു എന്നൊരു തോന്നൽ അവളുടെ ഉള്ളിൽ ശക്തമായി. മൈഥിലി ഒരു വലിയ നിശ്വാസം മുതിർത്തു. കാടിനുള്ളിലെ ചൂട് കൂടി വരികയാണ്. അവൾക്ക് വല്ലാതെ ദാഹിക്കുന്നുണ്ടായിരുന്നു. തൊണ്ട വരണ്ടുണങ്ങി പാളികൾ പോലെയായി. അവൾ തൻ്റെ കയ്യിലെ മുറിവിലേക്ക് നോക്കി. അവിടം രക്തം കട്ട പിടിച്ചിരിക്കുന്നു. എങ്ങനെയെങ്കിലും കാടിന് പുറത്തെത്തണം. പക്ഷേ ദിക്കറിയാതെ അവൾ ഓരോ ചുവടും വെച്ചു. കാടിപ്പോൾ കൂടുതൽ നിഗൂഢമായി മാറുകയാണ്. കാടിൻ്റെ വന്യതയെക്കുറിച്ച് അവൾക്ക് എങ്ങനെ മനസ്സിലാകാനാണ്? വലിയ വേരുകൾ പടർന്ന മരങ്ങൾക്കിടയിലൂടെ നടക്കുമ്പോൾ അവൾക്ക് താനൊരു വലിയ ചക്രവ്യൂഹത്തിലാകപ്പെട്ടതുപോലെ തോന്നി. ഓരോ മരവും മറ്റൊന്നും പോലെ ഇരിക്കുന്നു. എങ്ങോട്ട് തിരിഞ്ഞാലും ഒരേ ദൃശ്യം. മൈഥിലിക്ക് ഭ്രാന്തി പിടിക്കുന്ന പോലെ തോന്നി. അതേസമയം തന്നെ വിശപ്പും ദാഹവും അവളെ വല്ലാതെ തളർത്തി. കാടിൻ്റെ ഭാവം പെട്ടെന്നാണ് മാറിയത്. പുറത്ത് വെളിച്ചം കുറഞ്ഞു തുടങ്ങുന്നു. അവൾ ഭയത്തോടെ ശ്രദ്ധിച്ചു. മേഘങ്ങൾ സൂര്യനെ മറച്ചു. അല്ലെങ്കിൽ കാടിൻ്റെ വിധാനം മാത്രമേൽ ഇടതൂർന്നതാണ്. ആകാശത്ത് കരിമേഘങ്ങൾ ഉരുണ്ടുകൂടി. ഒരു വലിയ ഇരുമ്പലോടെ മഴ പെയ്തു തുടങ്ങി. ആദ്യം വീണത് വലിയ തുള്ളികളായിരുന്നു. മരത്തലപ്പുകളിൽ തട്ടി അവ ഒരു താളത്തിൽ താഴേക്ക് പതിച്ചു. നിമിഷങ്ങൾക്കുള്ളിൽ കാടൊരു വലിയ ജലപ്പരപ്പായി മാറി. അതേസമയം കോയമ്പത്തൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ പ്രൈവറ്റ് ജെറ്റ് ടെർമിനൽ ആഡംബരം തുളുമ്പുന്ന ആ വിമാനം വന്നു നിന്നു. വിമാനത്തിൻ്റെ
എഞ്ചിനുകൾ പതുക്കെ നിലച്ചു. നിമിഷങ്ങൾക്കുള്ളിൽ ആ കറുത്ത വാതിൽ തുറക്കപ്പെട്ടു. കറുത്ത ഷർട്ടും സൺഗ്ലാസും ധരിച്ചു പടകൾ ഇറങ്ങി വരുന്നവനെ നോക്കി വിമാനത്താവളത്തിലെ ഉദ്യോഗസ്ഥർ പോലും ഒന്ന് വിറച്ചു. അവനെ സ്വീകരിക്കാൻ 4-5 കറുത്ത റേഞ്ച് റോവറുകൾ റൺവേക്ക് അരികിൽ വരിയായി നിന്നിരുന്നു. കറുത്ത സ്യൂട്ട് ധരിച്ച ബോഡി ഗാർഡുകൾ തലകുനിച്ച് നിന്നു. അവൻ്റെ ഓരോ ചുവടിലും ഓരോ രാജാവിൻ്റെ ഗാംഭീര്യവും ഒരു വേട്ടക്കാരൻ്റെ ക്രൂരതയും ഉണ്ടായിരുന്നു. കാറിനുള്ളിലേക്ക് ചാഞ്ഞിരുന്നു. കണ്ണുകൾ അടയ്ക്കുമ്പോഴാണ് അവൻ്റെ ഫോൺ ബെല്ലടിച്ചത്. സ്ക്രീനിൽ ധനേഷ് എന്ന് തെളിഞ്ഞു കണ്ടു. അവൻ കോൾ അറ്റൻഡ് ചെയ്തു, പക്ഷെ ഒന്നും സംസാരിച്ചില്ല. സാർ സാർ പറയൂ ധനേഷ്. പുറത്ത് മഴ ചെറുതായി ചാറുന്നുണ്ടായിരുന്നു. അത് വിൻഡോ ഗ്ലാസിന് മുകളിലേക്ക് വന്നു വീണു. ചെറിയ ചെറിയ തുള്ളികൾ ഒന്നിച്ചു കൂടി മുത്തുമണികൾ പോലെ താഴേക്ക് ഒഴുകിക്കൊണ്ടേയിരുന്നു. സാർ മൈഥിലെന്ത് വെളുപ്പിന് രക്ഷപ്പെട്ടു. ധനേഷ് എങ്ങനെയോ പറഞ്ഞൊപ്പിച്ചു. മറുവശത്തെ മൗനം ധനേഷിനെ ഭീതിയുടെ കുടിമുടിയിലെത്തിച്ചു. സാർ പ്രതികരണമൊന്നുമില്ലാത്തത് കൊണ്ട് അവൻ വീണ്ടും വിളിച്ചു. വെളുപ്പിന് ആ ജനാല വഴി പുറത്ത് ചാടി. ഞങ്ങൾ കാടിനുള്ളിൽ വെച്ച് വളഞ്ഞതാ, പക്ഷേ എവിടെ നിന്നൊരു കാട്ടുപോത്ത് പാഞ്ഞു വന്നു. ആ ബഹളത്തിനിടയിൽ മാം അരുവിക്കരയിൽ നിന്നും കാടിൻ്റെ ഉള്ളിലേക്ക് ഓടി മറഞ്ഞു. മഴ പെയ്യുന്നത് കൊണ്ട് അടയാളങ്ങളൊന്നും കാണുന്നില്ല. പിന്നീട് ഞങ്ങൾക്ക് സിഗ്നൽ നഷ്ടപ്പെടുകയായിരുന്നു. ശ്രീറാം കാറിൻ്റെ ഗ്ലാസ് പതുക്കെ താഴ്ത്തി. പുറത്ത് പെയ്യാൻ തുടങ്ങുന്ന മഴയുടെ മണം അവൻ ആഞ്ഞു ശ്വസിച്ചു. ചുണ്ടിൽ ക്രൂരമായൊരു പുഞ്ചിരി മിന്നിമാഞ്ഞു. രക്ഷപ്പെട്ടു അല്ലേ? 10 മണിക്കൂർ ഞാൻ ലണ്ടനിൽ നിന്ന് വിമാനത്തിൽ പറന്നത് ഈ വാർത്ത കേൾക്കാനാണോ? ധനേഷ് ശാന്തമായ സ്വരത്തിൽ നിറഞ്ഞിരുന്ന ഭീഷണി ധനേഷിനല്ലാതെ മറ്റാർക്കും മനസ്സിലാവാനാണ്. സാർ പ്ലീസ് കുറച്ച് സമയം കൂടെ നൽകൂ, ഞങ്ങൾ അവളെ കണ്ടെത്തുന്നതായിരിക്കും. ഇനിയും സമയമോ ധനേഷ്? സാർ ഓക്കെ, 5 മിനിറ്റ്സിനുള്ളിൽ കണ്ടുപിടിക്കാൻ സാധിക്കുമോ? സാർ എന്താ പറ്റില്ലേ? എങ്കിൽ സംസാരം നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. ധനേഷ് കൂൾ കട്ടായതും ധനേഷ് പകച്ചു നിന്നു. മധുക്കര വനം, അവിടേക്ക് പോ. ശാന്തമായ സ്വരത്തിൽ അവൻ ഡ്രൈവറോട് പറഞ്ഞു. ശരി സാർ. അയാൾ വളരെ വേഗത്തിൽ അവൻ പറഞ്ഞ ലൊക്കേഷനിലേക്ക് വണ്ടി തിരിച്ചു. പശ്ചിമഘട്ടത്തിലെ പാലക്കാട് ചുരത്തിൻ്റെ ഭാഗമായ ഈ കാട് വളരെ അപകടകരമാണ്. കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിലേക്ക് ആനകൾ സ്ഥിരമായി സഞ്ചരിക്കുന്ന പാതയാണ്. അതിനെക്കുറിച്ചൊന്നും അവൾക്കറിവില്ലല്ലോ. മഴ കനത്തതോടെ മധുരക്കന വനം ഒരു വലിയ ഇരുമ്പ് കോട്ട പോലെ മൈഥിലിക്ക് മുന്നിൽ നിന്നു. കാറ്റിൻ്റെ വേഗത കൂടുകയാണ്. കരിങ്കൽ പാറകളുടെ കൂട്ടം ഭീമകാരമായ രാക്ഷസന്മാരെ പോലെ തോന്നിപ്പിച്ചു. മുഖത്തുകൂടി ഒഴുകിയിറങ്ങിയ വെള്ളത്തുള്ളികൾ അവൾ നാവിനാൽ ഒപ്പിയെടുത്തു. അല്പം കൈക്കുമ്പിളിൽ നിറച്ചാർത്തിയോടെ കുടിച്ചു. അങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കെ പിന്നിലൊരനക്കം. മഴയുടെ അല്ല, മരച്ചില്ലയോ മറ്റോ ഒടിഞ്ഞു വീഴുന്ന ശബ്ദം. അവൾ പതുക്കെ തലതിരിച്ചു. ഏകദേശം 20 അടി അകലെ പടർന്നു പന്തലിച്ചു നിൽക്കുന്ന ഒരു ആഞ്ഞില മരത്തിൻ്റെ തണിലിൽ ഭീമാകാരം നിൽക്കുന്നു. ഒരു വലിയ കരിമ്പാറ ഇളകി വരുന്നത് പോലെ ഒരു കൊമ്പൽപ്പം ചെരിഞ്ഞും മതമിളകി നിൽക്കുന്ന ആ ഒറ്റയാൻ. അതിൻ്റെ ചെറിയ കണ്ണുകൾ മൈഥിലിയിൽ ഉടക്കി നിന്നു. അവളുടെ രക്തം ഐസ് പോലെ തണുത്തുറഞ്ഞു. അലറിക്കരയാൻ പോലും ശബ്ദം പുറത്തു വരുന്നില്ല. ആനയുടെ തുമ്പിക്കൈ പതുക്കെ വായിലുയർന്നു. അത് മയിലുടെ ഗന്ധം വലിച്ചെടുക്കുകയാണ്. മതമൊഴുകുന്ന കവിൾ തടങ്ങളിലൂടെ മഴവെള്ളം ഒലിച്ചിറങ്ങുന്നുണ്ടായിരുന്നു. മൈഥിലി അനങ്ങാതെ നിന്നു. പക്ഷേ ഉള്ളിൽ ഉയർന്നു നിൽക്കുന്ന അവളുടെ ഭയം ആ മൃഗം തിരിച്ചറിഞ്ഞു. വന്യമൃഗങ്ങൾക്ക് ഭയത്തിൻ്റെ മണം പെട്ടെന്ന് പിടിക്കും. ആന തൻ്റെ വലിയ ചെവികൾ മുന്നോട്ടാട്ടി തല ഒന്ന് കുലുക്കി. എന്നിട്ട് പതുക്കെ ഒരു കാൽ മുന്നിലേക്ക് വെച്ചു. ആ നിമിഷം തന്നെ മൈഥിലി പിന്നിലേക്ക് ചുവടുകൾ വെച്ചു. ആന തൻ്റെ തുമ്പിക്ക് ആകാശത്തേക്ക് ഉയർത്തി കാടിന് നടക്കുന്ന രീതിയിൽ ഭീകരമായി ചിഹ്നം വിളിച്ചു. മൈഥിലി ഭയന്നുപോയി. ഒരു നിമിഷത്തെ പതർച്ചയ്ക്ക് ശേഷം തൻ്റെ സർവ്വശക്തിയും എടുത്ത് അവൾ കാടിൻ്റെ ഉള്ളിലേക്ക് ജീവനും കൊണ്ടോടി. പിന്നാലെ മരങ്ങൾ കടപുഴകി എറിഞ്ഞുകൊണ്ട് ആ ഗജവീരനും